ഇതിപ്പോൾ നമ്മളുടെ നാട്ടിലാണെങ്കിലോ അതോ എൻ്റെ സ്കൂളിൽ നിന്നാണെങ്കിലോ അപ്പോൾ അതാലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ കയ്യിൽ ഈ കളക്ഷനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഞാൻ കൊടുത്താലോ എന്ന്. സൈക്കിൾ മേടിച്ച പൈസയാണ് വയനാട്ടിലെ പാവം കുട്ടികൾക്ക് കൊടുക്കുകയാണത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി വിദ്യാർത്ഥികളുടെ മാതൃക. പെരിന്തൽമണ്ണ പൊന്യാകുർശി സ്വദേശി കിഴിശ്ശേരി മണ്ണിൽ ഹംസ സക്കീന ദമ്പതികളുടെ മക്കളായ ഫാത്തിമ നഹ്ദിയയും മുഹമ്മദ് റിസ്വാനും തങ്ങൾക്ക് ലഭിച്ച സ്കോളർഷിപ്പ് തുക സ്വരുക്കൂട്ടിയ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയപ്പോൾ പൊതുപ്രവർത്തകനായ ഹബീബ് മണ്ണേങ്ങലിന്റെ മകൻ റബീഹ് സൈക്കിൾ വാങ്ങാൻ സ്വരുക്കൂട്ടിയ പണമാണ് മുസ്ലിം ലീഗിന്റെ ഫോർ വയനാട് ക്യാമ്പയിനിലേക്ക് വയനാടിന്റെ കണ്ണീരൊപ്പാൻ കൈമാറിയത്. ഇതോടൊപ്പം പ്രസന്റേഷൻ സ്കൂൾ വിദ്യാർത്ഥി സാത്വിക സന്തോഷ് സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ച തുക MLA ഓഫീസിൽ നേരിട്ടെത്തി ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കുട്ടികളുടെ നന്മയ്ക്ക് നാട് നൽകുന്നത് നിറഞ്ഞ കയ്യടിയാണ്. ഒരു വൻ ദുരന്തത്തെ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി നേരിടുന്ന കാഴ്ചകളാണ് ദിനംപ്രതി കാണാനാകുന്നത്. മന്ത്രിമാരും MLA മാരും സിനിമാ ലോകവും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് സഹായമായെത്തുമ്പോൾ കേരളത്തിലെ ഓരോ സാധാരണക്കാരനും ഒന്നിച്ചിറങ്ങുകയാണ്. കുടുംബവും കിടപ്പാടവും നഷ്ടപ്പെട്ട് ഇനി എന്തെന്ന ആധിയിൽ വിധിക്ക് മുൻപിൽ പകച്ചു നിൽക്കുന്ന ആ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് കൈത്താങ്ങാവാൻ. കുടുക്ക പൊട്ടിച്ചും കടയിലെ മുഴുവൻ സാധനങ്ങളും ക്യാമ്പുകളിലേക്ക് അയച്ചും ഓരോരുത്തരും സഹായഹസ്തങ്ങൾ നീട്ടുമ്പോൾ തനിക്ക് സ്കോളർഷിപ്പായി കിട്ടിയ പണവും സൈക്കിൾ വാങ്ങാനായി സ്വരുക്കൂട്ടിയ പണവും ദുരിതബാധിതരെ സഹായിക്കാനായി നൽകി മാതൃകയാവുകയാണ് 3 കുരുന്നുകൾ. ഫാത്തിമ നഹ്ദിയ, റബീഹ്, സാത്വിക സന്തോഷ് എന്നീ 3 വിദ്യാർത്ഥികളാണ് വയനാട് ദുരന്തബാധിതരെ സഹായിക്കാനായി ഒരു നിശ്ചിത പണം കൈമാറിയത്. പാതായിക്കര AUP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ നഹ്ദിയ 10,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. പെരിന്തൽമണ്ണ പൊന്യാകുർശി സ്വദേശി കിഴിശ്ശേരി മണ്ണിൽ ഹംസ സക്കീന ദമ്പതികളുടെ മകളായ ഫാത്തിമ നഹ്ദിയ തനിക്ക് LKG മുതൽ ലഭിച്ച സ്കോളർഷിപ്പുകൾ സ്വരുക്കൂട്ടിയ 5,200 രൂപയും സഹോദരനായ താഴേക്കോട് PTM HSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റിസ്വാന്റെ സ്കോളർഷിപ്പ് തുകയായ 4,800 രൂപയും ചേർത്താണ് 10,000 രൂപയുടെ ഡ്രാഫ്റ്റ് കളക്ടറേറ്റിലെത്തി ജില്ലാ കളക്ടർ VR വിനോദിന് കൈമാറി മാതൃക തീർത്തത്. എല്ലാവരും തന്നാൽ കഴിയുന്ന സഹായം വയനാട്ടിലെ കൂടപ്പിറപ്പുകൾക്കായി ചെയ്യണമെന്നും നഹ്ദിയ പറയുന്നു. സ്വന്തമായി ഒരു സൈക്കിൾ വാങ്ങണമെന്ന ആശയിൽ കാലങ്ങളോളം സ്വരുക്കൂട്ടിയ പണമാണ് സാത്വികയും റബീഹും ദുരന്തബാധിതർക്കായി നൽകിയത്. ഹബീബ് മണ്ണേങ്ങൽ എന്ന പൊതുപ്രവർത്തകന്റെ മകനായ റബീഹ് വയനാട്ടിലെ ജനങ്ങൾക്കായി വയനാടിന്റെ കണ്ണീരൊപ്പാൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നടത്തിവരുന്ന ഫോർ വയനാട് എന്ന ഫണ്ട് കളക്ഷനിലേക്കാണ് സൈക്കിൾ വാങ്ങാനായി സ്വരൂപിച്ച 3,170 രൂപ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖയ്ക്ക് കൈമാറിയത്. തന്റെ കൂട്ടുകാരുടെ സങ്കടത്തോളം വരില്ലല്ലോ സൈക്കിൾ എന്ന മോഹം എന്ന ചിന്ത തന്നെയായിരിക്കാം റബീഹിനെ ഇത്തരമൊരു കാരുണ്യ പ്രവൃത്തിയിലേക്ക് നയിച്ചതും. സൈക്കിൾ മേടിച്ച പൈസയാണ് വയനാട്ടിലെ പാവം കുട്ടികൾക്ക് കൊടുക്കുകയാണത്. പ്രസന്റേഷൻ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ സാത്വിക സന്തോഷ് വയനാട് ദുരിതാശ്വാസത്തിന് തന്റെ സമ്പാദ്യമായ 7,670 രൂപയാണ് MLA ഓഫീസിലെത്തി കൈമാറിയത്. വിഷുക്കൈ നീട്ടം ലഭിച്ചതും ബന്ധുക്കൾ സമ്മാനിച്ചതുമായ തുകയാണ് കുട്ടി സൈക്കിൾ വാങ്ങുന്നതിനായി സ്വരൂപിച്ചു വെച്ചിരുന്നത്. വയനാട്ടിലെ ദുരന്ത വാർത്ത മൊബൈലിലും TVയിലും കണ്ടതോടെ ഈ തുക ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി നൽകാൻ മാതാപിതാക്കളോട് സന്നദ്ധത അറിയിക്കുകയായിരുന്നു. മാതാവ് അമൃത സന്തോഷിനൊപ്പമെത്തിയാണ് MLAയുടെ അഭാവത്തിൽ നഗരസഭാ കൗൺസിലർമാരായ പത്തത്ത് ജാഫർ, സുനിൽ മുഹമ്മദ് എന്നിവർക്ക് സാത്വിക സന്തോഷ് തന്റെ സമ്പാദ്യം കൈമാറിയത്. ഇത് എനിക്ക് വിഷുവിനും അമ്മയും അച്ഛനും തരുന്ന ചില്ലറ പൈസ ആയിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ രാത്രി കിടക്കുമ്പോൾ അമ്മേൻ്റെ കൂടെ കാണും. വയനാട്ടിലെ ഈ ദുരിതഭൂമിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരു സങ്കടം വരും. ഇതിപ്പോൾ നമ്മളുടെ നാട്ടിലാണെങ്കിലോ അതോ എൻ്റെ സ്കൂളിൽ നിന്നാണെങ്കിലോ അപ്പോൾ അതാലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ കയ്യിൽ ഈ കളക്ഷനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഞാൻ കൊടുത്താലോ എന്ന്. അപ്പോൾ ഇന്നലെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇത് MLA ഓഫീസ് വഴി നമുക്ക് നജീബ് കാന്തപുരം അങ്കിള് വഴി കൊടുക്കാമെന്ന്. ഇത്തരത്തിൽ കുരുന്നുകൾ ഉൾപ്പെടെ ഒരു നാടിന്റെ രക്ഷയ്ക്കെത്തുമ്പോൾ അവർ എങ്ങനെ ഒറ്റപ്പെടാനാണ്? വയനാടിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാൻ ദുരന്തത്തെ ഒറ്റക്കെട്ടായി നേരിടുക തന്നെ വേണം.
ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.